ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ജിദ്ദയുടെ ഭാഗമായിട്ടുള്ള അൽ ഹുദ മദ്രസയുടെ 35ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന അൽ ഹുദ എക്സ്പോയ്ക്ക് ഇന്ന് സമാപനം. വൻ ജനപങ്കാളിത്തം കൊണ്ട് എക്സ്പോ ഏറെ ശ്രദ്ധ നേടി. ജിദ്ദ സറഫിയ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഓഡിറ്റോറിയത്തിൽ 3 ദിവസങ്ങളായി നടന്നുവരുന്ന അൽ ഹുദ എക്സ്പോ വിവിധ പരിപാടികൾ കൊണ്ടും സംഘടനാ മികവ് കൊണ്ടും ശ്രദ്ധേയമായി. മനുഷ്യപ്പിറവിയുടെ ആരംഭം മുതൽ മരണം വരെയുള്ള വഴികൾ എക്സ്പോയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സലാഹ് കാരാടൻ. എക്സ്പോ വ്യത്യസ്ത സ്റ്റാളുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകതയുള്ളത് കണ്ണില്ലാത്തൊരു വ്യക്തി എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ ജീവിതം എന്നാണ്. മനുഷ്യ ശരീരത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത ചരിത്രം തുടക്കം മുതൽ 63 വയസ്സ് വരെയുള്ള ജീവിത ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എക്കോ എക്സ്പോ, ഹ്യൂമൻ മിറാക്കിൾ, ഗോൾഡൻ ഏജ്, ദി ലൈഫ് എക്സ്പോ, ഖുർആൻ മിറാക്കിൾ, ആസ്ട്രോണമി തുടങ്ങി വ്യത്യസ്ത പഠന വിനോദ വിഷയങ്ങൾ എക്സ്പോയുടെ ഭാഗമായിരുന്നു. സ്ത്രീകളുടെ മയ്യത്ത് പരിപാലനവും പ്രവാചക ജീവിതഘട്ടങ്ങളും കാഴ്ച എന്ന പേരിൽ ഒരുക്കിയ ഇരുട്ടുമുറിയും ഓരോന്നും സന്ദർശകരെ ചിന്തിപ്പിക്കുന്നതും അത്ഭുതകരമായ ലോകത്തേക്ക് ക്ഷണിക്കുന്നതുമായിരുന്നു. ഷെയ്ഖ് മുഹമ്മദ് മർസൂഖ് അൽ ഹാരിത്തി, മുഹമ്മദ് മഹ്മൂദ് അൽ ഷിംറി എന്നിവർ ചേർന്ന് എക്സ്പോ ഉദ്ഘാടനം നിർവഹിച്ചു. ജിദ്ദയിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമ രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ഇസ്ലാഹി സെന്റർ ഭാരവാഹികളായ അബ്ദുൽ ഗഫൂർ വളപ്പൻ, ഷക്കീർ ബാബു, സലാഹ് കാരാടൻ തുടങ്ങിയവർ എക്സ്പോയ്ക്ക് നേതൃത്വം നൽകി. സുൽഫിഖർ റോദോയ്, അമൃത ന്യൂസ്, ജിദ്ദ. Brave Harbour Logistics, Jeddah, Riyadh, Dammam. FSC Logistics and Warehousing Solutions, Jeddah, Riyadh, Dammam.